എൻ്റെ ഒരു പഴയ വായനയിൽ ഞാൻ ആ ഒരു ചെറുപ്പക്കാരൻ്റെ പേര് മറന്നുപോയി. അധികം കവിത എഴുതിയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു 2 വരി ഞാനത് ഓർക്കുന്നുണ്ട്. എത്ര വെയിൽ കൊണ്ടതാണ് എൻ്റെ തണൽ. വല്ലാത്തൊരു വരിയാണ്. ഒരുപക്ഷെ ആ കൂലിപ്പണിക്കാരനായ ഒരു അപ്പനെക്കുറിച്ച് മകൻ എഴുതിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കവിത അതായിരിക്കണം, ഏറ്റവും നല്ല അർച്ചന അതായിരിക്കണം. എത്ര വെയിൽ കൊണ്ടതാണ് നമ്മളുടെ തണൽ. നമ്മൾ അനുഭവിച്ച എല്ലാ തണലും ആരോ കൊണ്ട വെയിലാണ്. ആ വെയിലെന്ന് പറയുമ്പോൾ ഈ ഒരുപക്ഷെ നിരത്തിൽ ജോലി ചെയ്യുന്നോ, പാറ പൊട്ടിക്കുന്നോ, കൺസ്ട്രക്ഷൻ എടുത്ത് മൈക്കാട്ട് പണിയുന്ന അർത്ഥമൊന്നുമില്ല. എല്ലാവരും വെയിൽ കൊള്ളുന്നുണ്ട്. അച്ഛൻ രാവിലെ യാത്രയ്ക്ക് വേണ്ടി ഇങ്ങനെ സൈക്കിൾ തുടച്ച് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അതിനൊക്കെ ഇങ്ങനെ ചെയിനൊക്കെ ഒന്ന് പിടിച്ച് നേരെയാക്കുമ്പോൾ, അതിനേക്കാൾ മുമ്പേ വീടിനകത്ത് നിന്ന് വെയിൽ കൊള്ളുന്നൊരു സ്ത്രീയുണ്ട്, അടുപ്പ് പാതകത്തിലേക്ക് പോകുന്നൊരു സ്ത്രീയുണ്ട്. എല്ലാവരും തൊഴിൽ തന്നെ ഏർപ്പെടുന്നത്. തൊഴിലെന്ന് പറയുമ്പോൾ ഈ വേതനം കിട്ടുന്നൊരു കാര്യത്തെ മാത്രമാണ് നമ്മൾ തൊഴിൽ എന്ന് ധരിച്ചത് കൊണ്ടാണ് നമ്മുടെ ഒരു ഒരു പബ്ലിക് ഒരു ഫോമിനകത്ത് പോലും ജോലി എന്ന് പറയുമ്പോൾ വീട്ടമ്മെന്ന് എഴുതി വെക്കാനായിട്ട് പലപ്പോഴും നമ്മൾ അങ്ങനൊരു കാര്യം മാത്രം ഉണ്ടായിരുന്നു. കാരണം അതൊരു തൊഴിലായിട്ട് പലപ്പോഴും മനുഷ്യർ കണക്കാക്കിയിരുന്നില്ല. ഒരു പക്ഷേ ഈ പുറത്തു പോകുന്നവർ അത്രയും തന്നെ അതിനേക്കാൾ ഏറെ മണിക്കൂറുകൾ തൊഴിൽ ചെയ്യുന്ന ഒരാൾ വീടിനകത്ത് അമ്മയാണ്. അങ്ങനെ അനേകം മനുഷ്യർ ഏറ്റുവാങ്ങിയ വെയിലാണ് നമ്മുടെ തണലായിട്ട് മാറുന്നത്.